എല്ലാവർക്കും വന്ദനം. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഒരു പുതിയ ആഴ്ചയിൽ ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനയിൽ തുടരുവാൻ ഒരു പ്രഭാതം ദാനം തന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഓരോ ആഴ്ച കഴിയുന്തോറും പുതുമുഖങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് നിങ്ങളെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഫോൺ നമ്പറിൽ വിളിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഒരു ഓഡിയോ ആയിട്ട് അയക്കാം. വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലും ഓഡിയോ മെസ്സേജുകളാണെങ്കിൽ ഞങ്ങളത് നോക്കുകയും പ്രാർത്ഥിക്കുകയും വേണ്ട മറുപടികൾ ഓഡിയോ ആയിട്ട് പ്രാർത്ഥനയായിട്ട് ഞങ്ങൾ തിരിച്ച് അയക്കുകയും വേണ്ട ആലോചനകൾ തരികയും ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഒരു മിനിറ്റിൽ കൂടാതെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം അയക്കാൻ ഓർക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവം ഉണ്ടാക്കിയ ദിവസം, ഈ ആഴ്ച വലിയ അത്ഭുതങ്ങൾ നടക്കുമെന്ന് നമ്മൾ പറഞ്ഞാൽ ഈ ആഴ്ച വലിയ അത്ഭുതങ്ങൾ നടക്കും. ഈ ആഴ്ച ഒന്നും നടക്കില്ലെന്ന് നമ്മൾ പറഞ്ഞാൽ ഈ ആഴ്ച ഒന്നും നടക്കില്ല. കാരണം ബൈബിൾ പറയുന്നു, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. ദൈവം നമുക്ക് തന്ന നാവ് കൊണ്ട് നമ്മൾ പറയുന്നത് പോലെ സംഭവിക്കും. അതുകൊണ്ട് നെഗറ്റീവ് വാക്കുകൾ പറയാതെ നാം നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. നമ്മെക്കൊണ്ട് ഒരു മോശമായ വാക്ക്, നെഗറ്റീവ് വാക്ക്, പരാജയത്തിൻ്റെ വാക്ക് പറയിപ്പിക്കുന്നത് പിശാചിൻ്റെ ഒരു പദ്ധതിയാണ്. ഒരു നിമിഷത്തേക്ക് പോലും നാം നമ്മുടെ വാ കൊണ്ട് മോശം പറയരുത്, പരാജയം പറയരുത്. അനുഗ്രഹം മാത്രം സംസാരിക്കുക. അത് നമുക്ക് വന്നു ഭവിക്കും. കർത്താവിൻ്റെ അമിത ബലത്തിൽ ആശ്രയിക്കുക. യേശു പറഞ്ഞു, നിങ്ങൾ ഈ മലയോട് വിശ്വാസത്തോടെ പറഞ്ഞാൽ മല പോലും നീങ്ങുമെന്ന്. നമ്മുടെ വാക്കിനെ മലയെ മാറ്റാനും സൂര്യനെയും ചന്ദ്രനെയും തടഞ്ഞു നിർത്താനും ഒക്കെയും ശേഷിയുണ്ടെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ വേറെ ഒരു പുസ്തകവും അത് നമ്മെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് വേദപുസ്തകം വായിക്കുകയും വേദപുസ്തകത്തിലെ വചനം ദൈവമായതുകൊണ്ട് വചനത്തെ ദൈവമായിട്ട് തന്നെ വിശ്വസിക്കുകയും വചനം പറയുന്നത് പോലെ അനുസരിക്കുകയും ചെയ്യുവാൻ നമ്മുടെ നാവിനെ, നമ്മുടെ ഹൃദയത്തെ മുഴു ഹൃദയത്തോടെ ദൈവത്തിന് കൊടുക്കാം. നമുക്ക് വലിയ കാര്യങ്ങൾ വിശ്വസിക്കാം. ഈ ആഴ്ച വലിയ കാര്യങ്ങൾ സംഭവിക്കും. ഞാനത് വിശ്വസിക്കുന്നു. കർത്താവ് അത് ചെയ്യട്ടെ. നമ്മൾ തുറന്നുള്ള സമയം യേശുവിനെ പാടി ആരാധിക്കാൻ പോവുകയാണ്. ഹൃദയം കൊണ്ട് ഓരോ പാട്ടിൻ്റെ വരികളും ചേർന്ന് പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യൻ നീ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. പാപഭാരം ചുമന്നതാം ദൈവത്തിൻ കുഞ്ഞാടു നീ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാം
ദൈവത്തിൻ കുഞ്ഞാടു നീ സകല നാവും പാടുന്നു ദൈവ പരിശുദ്ധ യേശു പരിശുദ്ധ യേശു പരിശുദ്ധ യേശു പരിശുദ്ധ യേശു പരിശുദ്ധ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ. ഒരിക്കൽ കൂടി പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ സകല നാം പാടുന്നു ദൈവ പരിശുദ്ധൻ യേശു പരിശുദ്ധൻ യേശു പരിശുദ്ധൻ യേശു പരിശുദ്ധൻ യേശു പരിശുദ്ധൻ യേശു പരിശുദ്ധൻ യേശു യേശു പരിശുദ്ധൻ യേശു പരിശുദ്ധൻ യേശു പരിശുദ്ധൻ യേശു പരിശുദ്ധൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഒരാഴ്ചയും ദൈവവചനം കേട്ട് ബലപ്പെടാൻ ദൈവം നമുക്ക് ചാൻസ് തരുന്നു. ഇതൊരവസരമാണ് ദൈവത്തെ അറിയുവാനും ദൈവത്തെ കൂടുതൽ അറിയുവാനും കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുവാനും. കർത്താവ് നമ്മെ കർത്താവിൻ്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. വചനം കേൾക്കുമ്പോൾ നാം ദൈവത്തെ പ്രാപിക്കുകയാണ്, ദൈവത്തിലാവുകയാണ്. നിങ്ങൾ എന്നിലും എൻ്റെ വചനങ്ങൾ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്ത് വേണമെങ്കിലും അപേക്ഷിപ്പിൻ, അത് ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും എന്ന് യേശു പറഞ്ഞു. നാം കർത്താവിലാകണം, കർത്താവിൻ്റെ വചനം നമ്മിൽ നിറയണം. എല്ലാ ദിവസവും വചനം കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറച്ചു വെച്ചിരിക്കണം. നമ്മുടെ ഹൃദയം ശുഭവചനത്താൽ കവിഞ്ഞിരിക്കണം. അതാണ് 45-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൃതി രാജാവിന് വേണ്ടിയുള്ളതായിത്തീരും. നമ്മുടെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ പോലെ ആയിത്തീരും. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. ഇന്ന് നമ്മൾ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ് വായിച്ചു തുടങ്ങുന്നത്. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കാണ്. പൗലോസ് പറയണേ, ഞാൻ ഒത്തിരി അടികൊണ്ടവനാണ്. ഞാൻ 5 വട്ടം കോലിനാൽ അടികൊണ്ടവനാണ്. കടലിൽ ആപത്തുണ്ടായി, കപ്പലിൽ ആപത്തുണ്ടായി, കള്ളന്മാരുടെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, ശീതം, പലവട്ടം പട്ടിണി, ഉറക്കളിപ്പ്,
ഇതെല്ലാ കഷ്ടതകളും പൗലോസ് അനുഭവിച്ചു. എന്നാൽ അതെല്ലാം പൗലോസ് ഒറ്റ വാക്കി പറയുന്നത്, ഇതെല്ലാം എനിക്ക് നന്മയ്ക്കായി മാറി. സകലതും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൗലോസിന് ഇതെല്ലാം ഗുണമായി മാറി. പൗലോസിനോട് കർത്താവ് വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കിയിരിക്കുന്നു. അപ്പോൾ ജാതികളുടെ പ്രകാശമായി തീർന്ന ഈ പൗലോസ്, അദ്ദേഹം പോകുന്ന ഓരോ വഴികളും താൻ പോയ വഴികളല്ല, ദൈവം തന്നെ കൊണ്ടുപോയ വഴികളാണ്. ആ വഴികളെല്ലാം തനിക്ക് വിജയം മാത്രം കൊണ്ടുവന്നു. പോയ വഴികളെല്ലാം, അതായത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലോട്ട് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ 16-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലനും ശീലാസും കൂടി യാത്ര ചെയ്യാൻ പോകുന്ന ഒരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 16-ന്റെ 6 മുതൽ വായിക്കുമ്പോൾ, അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. പൗലോസിൻ്റെയൊക്കെ പ്രത്യേകത, എപ്പോഴും എങ്ങോട്ടെങ്കിലും പോയിക്കൊണ്ടിരിക്കും. അത് മുഴുവനും ദൈവത്തോട് ചോദിച്ചിട്ടല്ല. ഏഷ്യയിലേക്ക് പോകാനായിട്ട് സ്റ്റെപ്പ് വെച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ വിലക്കി. ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തു കൂടി സഞ്ചരിച്ചു. പരിശുദ്ധാത്മാവ് ഒരു സ്ഥലത്ത് വിലക്കിയാൽ ഇനി പരിശുദ്ധാത്മാവ് പറയട്ടെ എന്നും പറഞ്ഞിരിക്കില്ല. അടുത്ത സ്ഥലത്തേക്ക് അവര് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ല, അവസരങ്ങൾ അവരെ കാത്തിരിക്കുകയാണ്. രണ്ടും രണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനകളിലെല്ലാം മാർച്ച് മാസത്തിലെ 3 ദിവസത്തെ പ്രാർത്ഥനയിൽ സംസാരിച്ചതും അവസരങ്ങളാണ്. സമയവും അവസരവും ദൈവം എല്ലാവർക്കും വെച്ചിരിക്കുന്നു. വലിയവർക്കും ചെറിയവർക്കും ദൈവം സമയവും അവസരവും വെച്ചിരിക്കുന്നു. സഭാപ്രസംഗി 9-ന്റെ 11-ാം വാക്യമാണ്. ആർക്കും ദൈവം നന്മയല്ല കൊടുക്കുന്നത്. മിടുക്കന്മാർക്കും കഴിവുള്ളവർക്കും പ്രാപ്തന്മാർക്കും ഓട്ടക്കാർക്കും എല്ലാവർക്കും ദൈവം കൊടുക്കുന്നത് സമയവും ചാൻസുമാണ്. ഈ വിഷയം ഞാൻ കുറേ ദിവസങ്ങൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിലും ദൈവം അവനെ ചാൻസുകളാണ് കൊടുക്കുന്നത്. എങ്ങനെയാണ് ചാൻസുകൾ ഉണ്ടാകുന്നത്? നാം ഒരു വഴിക്ക് പോകുമ്പോൾ ആ വഴിയിലാണ് നമുക്ക് ചാൻസുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സുവിശേഷ നിമിത്തം ഒരു ദൈവ പൈതൽ മുന്നോട്ട് പോകണം. എന്നാൽ ചില സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് വഴി തിരിച്ചുവിടുമെങ്കിലും ബാക്കി 99% നമ്മൾ എടുക്കുന്ന റിസ്കുകളാണ്. നാം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവ് ചില സമയത്ത് പറയുക അവിടെ പോകരുത്. ഇവിടെ പൗലോസിനോട് എന്ത് പറഞ്ഞു? ഏഷ്യയിലേക്ക് പോകരുത്. അപ്പോൾ വേറെ സ്ഥലത്തോട്ട് പോയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെയും വിലക്കി. എന്നിട്ട് മക്കതോനിയയിലേക്ക് പോകാൻ ഒരു ദർശനം കണ്ടു. മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞൊരു ദർശനം കണ്ടതുകൊണ്ട് അവർ മക്കതോന്യക്ക് പോകാൻ പുറപ്പെട്ടു. അതായത് അടങ്ങിയിരിക്കില്ല. പൗലോസിൻ്റെ നിരന്തരമായ യാത്രകളും നിരന്തരമായ കഠിനാധ്വാനവുമാണ് ആ ശരിയായ സ്ഥലങ്ങളിൽ തന്നെ എത്തിച്ചത്. അതുകൊണ്ട് ഇന്ന് ചിലർ ചെയ്യുന്നത് പോലെ ഒരു ദിവസം ദൈവം എന്നെ അയക്കും, ഒരു ദിവസം എന്നെ അയക്കും എന്ന് പറഞ്ഞാൽ മൂക്കിൽ പല്ല് മുളച്ചാലും നിന്നെ ദൈവം എവിടെ അയക്കാൻ പോകുന്നില്ല. ആദ്യം ഉയരത്തിലെ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റം വരെയും നിങ്ങൾ എൻ്റെ സാക്ഷിയായി തീരുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നിങ്ങളാകും, നിങ്ങൾ പൊയ്ക്കൊണ്ടേയിരിക്കും. അല്ലാതെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ, ചിലർ പറയും എന്നോട് കാനഡയാണ് പറഞ്ഞത്, ചിലർ പറയും എന്നോട് അമേരിക്കയാണ്, എന്നോട് വയനാട് പറഞ്ഞിട്ടില്ല, എന്നോട് ആലപ്പുഴ പറഞ്ഞിട്ടില്ല, എന്നോട് അമേരിക്കയാണ്. എൻ്റെ കുഞ്ഞ് അങ്ങനെയല്ല. അമേരിക്കയാണ്, ഭൂമിയുടെ അറ്റം വരെയാണ് ദൈവം നിന്നോട് പറഞ്ഞതെങ്കിലും നീ അത് യെരുശലേമിൽ തുടങ്ങണം, പിന്നെ യഹൂദ്യയിലേക്ക് വലിച്ചു നീട്ടണം, അത് കഴിയുമ്പോൾ ശമരിയ എന്ന അടുത്ത രാജ്യത്തേക്ക് കാലുകുത്തണം. അവിടം വരെ എത്തിയാൽ നിന്റെ ജീവിതത്തിൽ വലിയ എക്സ്പീരിയൻസ് ഉണ്ടാകും. പിന്നീട് നീ ഓടിക്കൊണ്ടേയിരിക്കും.
അതുകൊണ്ട് ഒരു ആനയെ തിന്നണമെങ്കിലും ഒരു കടിയിൽ ആരംഭിക്കണമെന്നാണ്. അടങ്ങി നിൽക്കരുത്, മുന്നോട്ട് പോകാൻ ഏത് കാര്യവും പരാജയം സമ്മതിക്കരുത്, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം ശരിയായ ഒരു ചാനലിലേക്ക് ദൈവം നമ്മെ തിരിക്കും. അധ്വാനിക്കുന്നവരെയാണ് ദൈവം അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. ചിലർ വെറുതെ ഇരിക്കാറുണ്ട്. എന്നോട് ആ പ്രവാചകൻ ഒരു രാജ്യം പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒന്നും നോക്കിയിരിക്കരുത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ വരെയും തെറ്റും. എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം എൻ്റെ ചർച്ചയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ദേ ഇന്നതുപോലെ ഒരു പെങ്കൊച്ച് ഇവിടെയുണ്ട്, നീ ആ പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചാൽ, ചെറുപ്പക്കാരനായ ദൈവദാസൻ, ഞാൻ പറഞ്ഞു, നീ ഈ പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചാൽ നീ രക്ഷപ്പെടും. അദ്ദേഹം എന്നോട് പറഞ്ഞു, തൃശ്ശൂരിൽ നിന്നാണ് എൻ്റെ വിവാഹമെന്ന് പ്രവചനമുണ്ട്. നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? അദ്ദേഹം പോയി 6 മാസം കഴിഞ്ഞ് എന്നെ വിളിച്ച്, പിന്നെ പാസ്റ്ററെ ആ മറ്റോ പെങ്കൊച്ച് അവിടെ തന്നെ ഉണ്ടോ? ഞാൻ പറഞ്ഞു, ദൈവകൃപയാൽ അവൾ ഇവിടെ തന്നെ ഉണ്ട്. കാരണം അവന് ദൈവം വെച്ചിരിക്കുന്ന ഈ പെങ്കൊച്ചാണ്. അങ്ങനെ ഈ കല്യാണം നടന്നു. അപ്പോൾ മറ്റേ പ്രവചനോ, ആൾ വലിയ പ്രവാചകനുമാണ്, അദ്ദേഹത്തോട് ദൂത് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പ്രവാചകനാണ്. അപ്പോൾ പല ദൂതുകളും പ്രവചനങ്ങളും ഒക്കെയും മാറിപ്പോകും. എന്നാൽ മുന്നോട്ട് പോകുന്നവൻ്റെ കാര്യങ്ങൾ ദൈവം അത്ഭുതകരമായി ചെയ്യും. അതുകൊണ്ട് ഇന്നത്തെ പല പ്രാർത്ഥനക്കാരും ചെയ്യുന്നത് പോലെ കാത്തിരിപ്പെന്നുള്ളൊരു പരിപാടി, കാത്തിരിക്കാം, രാത്രിയെല്ലാം കാത്തിരിക്കുക. പകലുള്ളപ്പോൾ പകലിൻ്റെ പ്രവൃത്തി, പകൽ കാത്തിരിക്കരുത്. യേശു രാത്രി മുഴുവനും കാത്തിരുന്നു, പകൽ മുഴുവനും ഓടിക്കൊണ്ടിരുന്നു. യേശുവിനെ ആര് വിളിച്ചാൽ ആ വഴിക്ക് പോകും. യേശു ഏത് വീട്ടിൽ ചെന്നാൽ അവിടെ അത്ഭുതം ചെയ്യും. യേശുവിന് ഇന്ന വീടെന്നില്ല. ഒരിക്കൽ ശതാധിപൻ വിളിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇടക്ക് വെച്ച് ശതാധിപൻ പറഞ്ഞു, നീ എൻ്റെ വീട്ടിലോട്ട് വരണ്ട. ഇടക്ക് വെച്ച് യേശു തിരിച്ചു പോയി. യേശുവിന് ഇന്ന വീടെന്നില്ല. ചില വീട്ടിൽ മുടക്കിയപ്പോൾ പരാതിയില്ല. ചില വീട്ടിൽ ശമരിയിലേക്ക് പോകാനായിട്ട് യേശുവിനെ തടഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് പരാതിയുണ്ടായി. യേശു കർത്താവിന് ഒരു പരാതിയില്ല. കാരണം പകലുള്ളിടത്തോളം പകലിൻ്റെ പ്രവൃത്തി ചെയ്യണം. മാത്രമല്ല യേശു പറഞ്ഞു, നിങ്ങൾ ഒരു ദേശത്ത് ചെന്നാൽ ആ വീട്ടിൽ ചെല്ലുമ്പോൾ, ആ ദേശത്ത് ചെല്ലുമ്പോൾ അവിടെ സമാധാനപുത്രൻ ആരുണ്ടെന്ന് അന്വേഷിക്കും, എന്നിട്ട് ആ വീട്ടിൽ പ്രാർത്ഥിക്കും എന്നാ യേശു പറഞ്ഞു. നിങ്ങൾ ആ വീട്ടിൽ പാർക്കണം, അല്ലാതെ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് ഒരു വീട്ടിലേക്ക് കയറുന്ന പരിപാടിയില്ല. നീ അവിടെ ചെല്ലുമ്പോൾ നിന്റെ ഹൃദയത്തിൽ സ്വസ്ഥത കിട്ടിയ ഒരു വീട്ടിൽ താമസിക്കുക, നിനക്ക് തുറന്നു കിട്ടിയ വീട്ടിൽ പാർക്കുക. അങ്ങനെ നിങ്ങളുടെ മേലുള്ള സമാധാനം ആ വീട്ടിലേക്ക് വരും. ഒരു പരാതികളുമില്ലാതെ എവിടെയും പാർക്കുക. യേശു തൻ്റെ ശിഷ്യന്മാരെ പണിതെടുത്തതും വാർത്തെടുത്തതും അങ്ങനെയാണ് ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അത്ഭുത മനുഷ്യരുണ്ടായത്. അവരൊരു ദിവസം പോലും വിശ്രമിച്ചില്ല. വിശ്രമം എന്നുള്ളത് ദൈവവേലക്കാർക്ക് ഉള്ളതല്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പഠിക്കുന്നത്. ചിലപ്പോൾ ഒന്ന് കിടന്നുറങ്ങാൻ പോലും നേരം കിട്ടില്ല. എങ്കിലും ഇതിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. കർത്താവിൻ്റെ മക്കൾ അറിയണം, പൗലോസ് മക്കെദോനിയയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ നമ്മളവിടെ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 16:6, അവൻ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തുകൂടി സഞ്ചരിച്ചു. മുസിയിലെത്തി ബിദുന്യക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവനെ സമ്മതിച്ചില്ല. കണ്ടോ, പരിശുദ്ധാത്മാവ് തടഞ്ഞു. യേശുവിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് വീണ്ടും തടഞ്ഞെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ അവിടെ വെച്ച് ഒരു ദർശനം താൻ കണ്ടു. അങ്ങനെ മക്കെദോന്യക്ക് പോയി. മക്കെദോന്യ ചെന്നിട്ടോ ഒരു ഭൂതം പുറത്തായ പേരിൽ ദേശക്കാർ പിടിച്ച് പൗലോസിനെ ശീലാസിനെ അടിച്ച് വസ്ത്രമെല്ലാം പറിച്ചുരിഞ്ഞ് ജയിലിലിട്ടു. നമ്മൾ പറയും ആവശ്യമില്ലാത്തടത്ത് പോയിട്ടാണ്, ആവശ്യമില്ലാത്ത പരിപാടികളാണ്. എന്നാൽ അതെന്താ സംഭവിച്ചത്? അതൊരു വലിയ കണക്ഷനായിരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു പരിപാടിയാണ്. അന്ന് രാത്രി ശ്രദ്ധിച്ച ആ തടവ് പുള്ളികളുടെ എല്ലാ ചങ്ങലകൾ അഴിഞ്ഞു വീണെന്ന് മാത്രമല്ല, ഈ അത്ഭുതം കണ്ടിട്ട് ആരും ഓടിപ്പോയില്ല. ജയിലധികാരി രക്ഷിക്കപ്പെട്ടു. ആ ജയിൽ മുഴുവനും സുവിശേഷത്തിൻ്റെതായി മാറി. ഒരു ആശുപത്രി മുഴുവനും യേശുവിലോട്ട് തിരിഞ്ഞു വന്നാൽ എത്ര അത്ഭുതമായിരിക്കും. അതുപോലെ ഒരു ജയിൽ മുഴുവനും, നമ്മുടെ ശുശ്രൂഷ നിമിത്തം ഒരു ജയിൽ മുഴുവനും
ജയിലധികാരികൾ, പോലീസ് ഓഫീസേഴ്സ് ഉൾപ്പെടെ എല്ലാ കള്ളന്മാരും കൊള്ളക്കാരും ഒരു സുപ്രഭാതത്തിൽ രക്ഷിക്കപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും? അതാണ് അന്ന് അർദ്ധരാത്രിയിൽ ഇവർ പാടി സ്തുതിക്കുമ്പോൾ ദൈവം ചെയ്തത്. അപ്പം അതുകൊണ്ട് നാം നമ്മുടെ മുന്നേറ്റുള്ള ശുശ്രൂഷയ്ക്ക് പരിമിതികൾ വെക്കരുത്. ദൈവത്തിന് പരിമിതിയില്ല. ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ചാൻസുകൾ ഉപദ്രവങ്ങളിലുണ്ട്. നമ്മുടെ ചാൻസുകൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലം മോശമാണെന്നും ഇവിടെ നിന്ന് പോകണമെന്നല്ല പറയേണ്ടത്. ഇവിടെയും ദൈവത്തിന് ചില അവസരങ്ങൾ എനിക്ക് തരുവാൻ കഴിയും. അവസരങ്ങൾ ദൈവം തരും. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഞാൻ ആലപ്പുഴയിൽ വന്നപ്പോൾ എന്നെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ കൊണ്ടുപോയി. പ്രസംഗിക്കാൻ ചെന്നത് ഒരു കരിസ്മാറ്റിക് കൂട്ടായ്മയാണ്. അവർക്ക് എന്നെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ലീഡർ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചതാണ്. ലീഡർ എനിക്ക് സമയം തന്നില്ല. എന്നാൽ അവിടെ ഒരു വലിയ മഹാനായ ഒരു പ്രീച്ചർ വന്നിരുന്നു. അദ്ദേഹം ആ മീറ്റിങ്ങിൽ പ്രസംഗിച്ചു. എനിക്ക് അവസരം കിട്ടിയില്ല. എന്നാൽ ആ മഹാനായ മനുഷ്യൻ പറഞ്ഞു, ബാംഗ്ലൂർ പാസ്റ്റർ M.A. വർഗീസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം അസാധാരണമായ ഒരു ദൈവമനുഷ്യനാണ്. അദ്ദേഹത്തെ ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ബാംഗ്ലൂരാണ്. പാസ്റ്റർ M.A. വർഗീസ് പാസ്റ്ററിൻ്റെ കൂടെയായിരുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തെ തൊട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, പിന്നെ എൻ്റെ പാസ്റ്ററല്ലേ, ഞങ്ങൾ ഒരുമിച്ചല്ലേ അവിടെ ആയിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഉച്ച കഴിഞ്ഞ് ഞാൻ പറഞ്ഞതൊന്ന് തെളിയിക്കാൻ ഒരു സാക്ഷ്യമായിട്ട് പറയാൻ പറഞ്ഞു. 15 മിനിറ്റ്. ഒരു കരിസ്മാറ്റിക് കൂട്ടമാണ്. ഒരു വലിയ വീട് നിറച്ച ആൾക്കാർ കൊർന്നല്യോസിൻ്റെ വീട് പോലെ ഇരിക്കുകയാണ്. അന്ന് ഞാൻ എഴുന്നേറ്റ് എൻ്റെ സാക്ഷ്യവും അല്പം വചനവും പറഞ്ഞു. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന വചനം പറഞ്ഞു. പെട്ടെന്ന് കാറ്റടിച്ചു. അവിടെ അനേകർ അഭിഷേകം പ്രാപിച്ചു. അന്ന് ഞാൻ ആലപ്പുഴയിൽ വന്നിട്ട് 4-5 പേര് മാത്രം ഒരു പ്രാർത്ഥനയിൽ, ഒരു ദിവസത്തെ മീറ്റിങ്ങിൽ ഞാനും 2 അമ്മച്ചിമാരും മാത്രം. അതാണ് ഒരു പ്രാർത്ഥന, എൻ്റെ ഭാര്യയും. അപ്പോൾ വേറെ ആരുമില്ലാത്ത സമയത്ത് ആ ഒരു പ്രാർത്ഥനയെ തുടർന്ന് എൻ്റെ ചർച്ചിൽ 80ഓളം പേര് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നു കയറി. പിന്നീട് ചർച്ച് വളരാനിടയായി. ഇന്ന് കാണുന്ന ഞങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ പുറകിൽ അവസരങ്ങളാണ്. അതൊരു കരിസ്മാറ്റിക് മീറ്റിങ്ങിലാണ്. ആദ്യം എനിക്ക് അവസരം തന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ പോരാൻ നേരത്ത് എന്നെ കൊണ്ടുപോയ ബ്രദർ പറഞ്ഞു, പാസ്റ്ററെ ക്ഷമയോടെ നിൽക്ക്. അദ്ദേഹം ഒരു വിശ്വാസിയാണ്. പാസ്റ്ററോട് പറയാണ്, പാസ്റ്റർ ക്ഷമയോടെ നിൽക്ക്. ഒരവസരം ദൈവം തന്നാലോ അതെനിക്കൊരവസരമായി. ചിലയിടത്ത് നമ്മൾ ക്ഷമയോടെ നിന്നാൽ മതി. ദൈവം വാതിലുകൾ തുറക്കും. വലുത് സഫലമായ വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കാനുണ്ട്. ഫിലിപ്പിയ ജയിൽ ഒരു വലിയ ആരാധനാലയമായി മാറിയത് ക്ഷമയോടെ ദൈവസന്നിധിയിലിരുന്ന പൗലോസും ശീലാസും കാരണമാണ്. നമ്മൾ ക്ഷമയോടെ ഇരുന്നാൽ മതി. നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം കണക്ട് ചെയ്തു തരും. നല്ല അവസരങ്ങൾ തരും. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ വഴികളെല്ലാം തുറക്കട്ടെ. വാതിലുകൾ തുറക്കട്ടെ. ഉറവകൾ തുറക്കട്ടെ. അനുഗ്രഹങ്ങൾ തുറക്കട്ടെ. നന്മകൾ തുറന്നു വരട്ടെ. പുതിയ അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവർക്കും ഈ വചനങ്ങൾ ഗ്രഹിക്കാനുള്ള കൃപയുണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നല്ല ഒരു അഭിഷേകത്തിൻ്റെ ചലനത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവരും. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.